ഈ സന്ദർഭം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫലസ്തീൻ ജനതയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടും പ്രതിഷേധവും പ്രാർത്ഥനയുമൊക്കെയായി ആ പോരാട്ടങ്ങളെ പിന്തുണച്ചുകൊണ്ടുമാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മളിവിടെ ഒത്തുകൂടുമ്പോഴും രക്തസാക്ഷികൾ ഗസയുടെ മണ്ണിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. രക്തസാക്ഷികളുടെ ചോരത്തുള്ളികളിൽ നിന്ന് 1000 വിമോചന പോരാളികൾ പിറവിയെടുത്തുകൊണ്ടിരിക്കും എന്ന ഉജ്ജ്വലമായ ഓർമ്മകളെ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടുന്നത്. തീർച്ചയായും ഗസ ലോകത്തിലെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന ആവേശകരമായ അനുഭവമാണ് നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപ് വന്ന അന്ന് മുതൽ പറയാണ്, നിങ്ങൾ ഇവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോയില്ലെങ്കിൽ ഗസയുടെ മുമ്പിൽ നരകത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുമെന്ന്. രക്തസാക്ഷിത്വത്തെയും പോരാട്ടത്തിൻ്റെയും സ്വർഗകവാടങ്ങളെ കിനാവ് കാണുന്ന ജനതയെ നരകത്തിൻ്റെ വാതിലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കരുത് എന്നാണ് ട്രംപിനോട് നമുക്ക് പറയാനുള്ളത്. ആ ട്രംപ് ഇന്ത്യ രാജ്യത്തേക്ക് കുറെ ആളുകളെ പറഞ്ഞയച്ചിരുന്നു, വലിയ ചങ്ങലക്കിട്ടുകൊണ്ട്. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചു എന്ന പേരിൽ കഴിഞ്ഞുകൂടിയ കുറെ ആളുകളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് നമുക്കറിയാം. തീർച്ചയായും ലോകത്തുടനീളം വംശീയ ഭരണകൂടങ്ങൾ അങ്ങനെയാണ്. മനുഷ്യനെ കാണാൻ അവർക്ക് കഴിയില്ല, നീതിപൂർവം ഇടപെടാൻ അവർക്ക് കഴിയില്ല. അവർ പറയുന്നത്, ട്രംപും അമേരിക്കയും നെതന്യാഹുവും ഒക്കെ പറയുന്നത്, അവർ ഗസയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമത്രേ. എല്ലാവരോടും പിരിഞ്ഞു പോകാനാണ് പറയുന്നത്. ഗസയിൽ സമാധാനം പുലരണമെങ്കിൽ, മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുലരണമെങ്കിൽ ഒരു പരിഹാരം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അവിടെയുള്ള ജൂതന്മാരുടെ കയ്യിൽ 2 പൗരത്വമുണ്ട്. എല്ലാ ജൂതന്മാരുടെയും കയ്യിലല്ല. അവിടേക്ക് കടന്നു വന്ന് സ്വദേശികളെ ആട്ടിപ്പായിച്ച് കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുമായി കഴിഞ്ഞുകൂടിയ ഫലസ്തീനികളെ കൊന്നു തള്ളി ആധിപത്യം സ്ഥാപിച്ച ജൂതന്മാരുടെ കയ്യിൽ ഒരു സ്ഥിരം പാസ്പോർട്ട് എവിടെയോ ഉണ്ട്. അവരോട് അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ എപ്പോഴാണോ ട്രംപിനും നെതന്യാഹുവിനും പറയാൻ കഴിയുന്നത്, ലോക ജനതയ്ക്ക് പറയാൻ കഴിയുന്നത്, അന്ന് മാത്രമേ ഫലസ്തീൻ സമാധാനപൂർണമായി മുന്നോട്ട് പോകുകയുള്ളൂ. അവിടുന്ന് ഒരു ഫലസ്തീനിയും പിരിഞ്ഞു പോകുകയില്ല എന്ന് തന്നെയാണ് അവർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. ഭീഷണിയുടെ മുമ്പിൽ കീഴടങ്ങിയ പാരമ്പര്യമല്ല ഫലസ്തീനികൾക്കുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ്. തീർച്ചയായും ഈ ഐക്യദാർഢ്യ സായാഹ്നം എന്ന് പറയുന്നത് ഒരു വലിയ മൗനത്തെ മുറിച്ചു കടക്കുന്ന അതിശക്തമായ ഒരു പോരാട്ടം കൂടിയാണ്. ഇന്ത്യ മൗനത്തിലാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ഭരണകൂടവും ഇന്ത്യ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഗവൺമെന്റും RSSും എല്ലാം നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി ഈ സിയോണിസത്തിന്റെ അല്ലെങ്കിൽ ലോകത്ത് എല്ലാവിധ വംശീയതയും വിതറിക്കൊണ്ടിരിക്കുന്ന വംശീയ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവര് ഗസയെ പിന്തുണക്കുന്നവർക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമ്മൾ അറിയണം, ലോകത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും നമ്മളെപ്പോലെ അതിശക്തമായ പ്രതിരോധവും പ്രതിഷേധവുമായി ജനങ്ങൾ ഒത്തുകൂടിക്കൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലെ ഒരു വിദ്യാർത്ഥിനി തിരിച്ചു വന്നു അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അവരെ ട്രംപ് ഭീഷണിപ്പെടുത്തിയത്രേ.
നീ ഫലസ്തീനിന് വേണ്ടി സംസാരിച്ചു എങ്കിൽ നിന്റെ റിസർച്ച് പഠനം ഇവിടെ നടത്താൻ കഴിയില്ല. അവൾ, ആ ഇന്ത്യൻ വിദ്യാർത്ഥി അവരോട് പറഞ്ഞു, ഫലസ്തീനിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ എനിക്കെതിരെ പറയുന്ന നിങ്ങളുടെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ട്രംപിന്റെ റിസർച്ച് ആർട്ട് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് അവർ ഈ രാജ്യത്തേക്ക് തിരിച്ചു വരികയുണ്ടായി. എന്ന് പറഞ്ഞാൽ അത് പൊരുതുന്ന ഫലസ്തീന്റെ കൂടെ നിൽക്കുന്ന കരുത്തുറ്റ ജനങ്ങളുടെ വലിയ വലിയ ചുവടുവെപ്പുകളാണ് എന്ന് നാം തിരിച്ചറിയുകയാണ്. ഇത് വിജയിക്കാനുള്ള പോരാട്ടമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. നമ്മള് ഈ ഘട്ടത്തിൽ മുഹമ്മദ് അബൂ ഹിലാലിനെ കണ്ടിട്ടുണ്ട്. സാധാരണയായി നമ്മൾ പിഞ്ചു പൈതങ്ങളെ ചേർത്ത് പിടിച്ചു നിൽക്കാറ് ലേബർ റൂമിന്റെ മുമ്പിലാണ്, പുഞ്ചിരി തൂകിക്കൊണ്ട്. അതുപോലെ ഷഹാദത്തായി ദൈവത്തിങ്കിലേക്ക്, സ്വർഗത്തിലേക്ക് യാത്രയായ ആ പിഞ്ചുമോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന അബൂ ഹിലാലിനെ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ഗസ നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന അനുഭവം എന്ന് നാം മനസ്സിലാക്കുകയാണ്. തീർച്ചയായും ഈ പോരാട്ടങ്ങൾ വിജയിക്കാനുള്ള പോരാട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് അതിശക്തമായ ഒരു വിജയകരമായ പരിസമാപ്തിയിലേക്ക് തന്നെ ഇതെത്തുമെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലര് പറയും ഞങ്ങള് ഫലസ്തീനൊപ്പമാണ്, പക്ഷേ ഗസക്കൊപ്പമല്ല. ഞങ്ങൾ ഫലസ്തീന്റെ കൂടെയാണ്, പക്ഷേ ഹമാസിന്റെ കൂടെയല്ല. ഞങ്ങൾ ഉറക്കെ പറയുന്നു, ഞങ്ങൾ ഫലസ്തീന്റെ കൂടെയാണ്, ഞങ്ങൾ ഗസയുടെ കൂടെയാണ്, ഞങ്ങൾ ഹമാസിന്റെ കൂടെയാണ്. ഈ മൂന്നിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉറക്കെ സംസാരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുബോധം തീർത്ത വിധേയപ്പെടലിന്റെ മുമ്പിൽ ആശയ കൃത്യതയോടുകൂടെ ഇതിനെ അഭിമുഖീകരിക്കാൻ കഴിയാത്തവർക്ക് ഒരിക്കലും തന്നെ ചരിത്രത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന പാഠം കൂടിയാണ് ഗസ നമ്മൾക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവപ്പെട്ട ചോദ്യം ഗസ ലോകത്തിന്റെ മുമ്പിൽ ചോദിക്കുകയാണ്. ആരുണ്ട് ഞങ്ങളുടെ വരിയിൽ ചേർന്നു നിൽക്കാൻ? ആരുണ്ട് ഞങ്ങളുടെ കൂടെ കൈകോർത്തു നിൽക്കാൻ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ കൈ ഉയരാത്ത പലരുമുണ്ട്, ഉയരാത്ത മുഷ്ടികളുണ്ട്, അതേപോലെ തന്നെ അകം തരിശായി പോയ ആളുകളുണ്ട്. നിങ്ങൾ എന്തു തന്നെ പറഞ്ഞു പിന്മാറിയാലും ലോകത്തുള്ള ജനത ഈ ഗസയുടെ കൂടെ, ഹമാസിന്റെ കൂടെ, ഫലസ്തീന്റെ കൂടെയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. തീർച്ചയായും ഇത് സകല വംശീയ ഭരണകൂടങ്ങൾക്കുമെതിരായ ചെറുത്തുനിൽപ്പ് പോരാട്ടത്തിന്റെ കരുത്തുറ്റ പാഠങ്ങളാണ് നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ ലോകത്തുടനീളം വംശീയ വലതുപക്ഷങ്ങൾ മേധാവിത്വം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഭ്രാന്തമായ ഭരണാധികാരികൾ ഭ്രാന്തമായ വംശീയ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ട്രംപും നെതന്യാഹുവും നരേന്ദ്രമോദിയും ഒരേ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അതിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ ഊർജമാണ് ഈ സംഗമത്തിൽ നിന്ന് ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ സന്ദർഭത്തിൽ തീർച്ചയായും നമുക്ക് ഗസയിലെ രക്തസാക്ഷികളുടെ കൂടെ നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരോട് ഐക്യപ്പെട്ടുകൊണ്ട് ആവേശകരമായ അവരുടെ പോരാട്ടങ്ങൾക്ക് പിന്തുണയും പ്രാർത്ഥനയും നൽകിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടുന്നത്. എന്തായിരുന്നു നെതന്യാഹു പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കീശയിൽ ഒരു മാപ്പ് ഉണ്ടത്രേ, ഗ്രേറ്റർ ഇസ്രായേലിന്റെ മാപ്പ്. അതിൽ ഫലസ്തീനില്ലത്രേ. ആ മാപ്പും കീശയിലിട്ട് തേരാപ്പാര നടക്കാനല്ലാതെ നെതന്യാഹുവിന് കഴിയില്ല. ഇനി ലോകത്ത് ഫലസ്തീൻ എന്നും ഉണ്ടാകും. പോരാട്ടത്തിലൂടെ ഗസയിലെ പോരാളികൾ, ഹമാസിന്റെ മക്കൾ, ലോകത്തിലെ കരുത്തുറ്റ പോരാളികൾ അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് പറയാനുള്ളത്. അവര് പറഞ്ഞു, ഒരു നിമിഷാർത്ഥം കൊണ്ട് നമ്മൾ ബന്ധികളെയും കൊണ്ടിങ്ങ് പോരും, എന്നിട്ട് എന്നേക്കുമായി ഗസയെ അങ്ങില്ലാതാക്കും. ഇപ്പോൾ എന്തായി എന്ന് ചോദിച്ചാൽ
ബന്ദി വിമോചനം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർ അതിശക്തമായ പ്രതിരോധവുമായി മുന്നോട്ടു പോകുകയാണ്. ലോകത്ത് ധാർമ്മികതയുടെ കരുത്തുയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ആവേശകരമായി ബന്ദി വിമോചനത്തിന്റെ വഴികളും നമുക്ക് ഗസയിലെ പോരാളികൾ കാണിച്ചു തന്നു. അഥവാ ഏത് പോരാട്ടത്തിലും ധാർമ്മികതയുടെ കരുത്തുകൊണ്ട് ഒരു ജനവിഭാഗത്തിന് മുഴുവൻ ആവേശകരമായ അനുഭവം പകർന്നുകൊണ്ടാണ് ഗസയിലെ പോരാളികൾ മുന്നോട്ടു പോകുന്നത്. തീർച്ചയായും ഇത് ലോകത്തിന്റെ മുമ്പിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, അധിനിവേശത്തിനെതിരായ ചെറുത്തുനിൽപ്പുകൾ അവസാനിക്കുകയില്ല എന്ന പാഠമാണ് നമുക്ക് പകർന്നു നൽകുന്നത്. ഏത് വംശീയ ഭരണകൂടങ്ങളും, ഏത് രാക്ഷസന്മാരും, ഏത് ഡ്രാക്കുളമാരും മനുഷ്യരെ കൊന്നൊടുക്കാൻ രംഗത്ത് വന്നാൽ അതിന്റെ മുമ്പിൽ വിനീത വിധേയരായി വിധേയപ്പെട്ട് കീഴടങ്ങുകയില്ല, പൊരുതി മുന്നേറുക തന്നെ ചെയ്യുമെന്ന പാഠം പകർന്നു തന്നുകൊണ്ടാണ് തീർച്ചയായും ഗസ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് എല്ലാ രക്തസാക്ഷികളുടെ ആ മനോഹരമായ ആ അനുഭവങ്ങളെ രക്തസാക്ഷികളിൽ നിന്ന് ഉയർക്കൊള്ളുന്ന പോരാളികളെ കിനാവ് കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു.